മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഒരാളിൻ്റെ മനസ്സിൽ നിങ്ങൾക്കുണ്ടായിരുന്ന സ്ഥാനം മാറുന്നതിനനുസരിച്ച് അവർ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയത്തിൻ്റെ അളവിലും മാറ്റം വരും. ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അന്നു മുതൽ നിങ്ങൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. സമയം വളരെ കുറവാണ്. സന്തോഷം കണ്ടെത്താൻ ഇനിയും വൈകരുത്. എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കാതിരിക്കുക. നിങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കാൻ ആരും ഇല്ലാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും ശക്തനാവുന്നത്. പ്രശ്നങ്ങൾ ഇല്ലാതെ ജീവിതമില്ല. പരിഭവങ്ങൾ ഇല്ലാത്ത മനുഷ്യരില്ല. തോൽവി നേരിടാത്ത വ്യക്തികളില്ല. എല്ലാം തികഞ്ഞവരായി ആരും തന്നെ ഈ ലോകത്തില്ല. നിഷ്കളങ്കരായ ആളുകൾ വിഡ്ഢികളല്ല. എല്ലാവർക്കും നല്ല മനസ്സുണ്ടെന്ന് അവർ കരുതുന്നു. പിന്നിൽ ആളുണ്ട് എന്ന ധൈര്യത്തിൽ ഒരിക്കലും നടക്കരുത്. വീണു എന്ന് കണ്ടാൽ പിന്മാറുന്നവരാണ് ഏറെയും. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന ചിന്തയുണ്ടെങ്കിൽ കണ്ണുകൾക്ക് കാഴ്ചയും മനസ്സിന് ധൈര്യവും കൂടും. ഭക്തരെ, ജീവിതം വളരെ ചെറിയ കാലത്തേക്കുള്ളതാണ്. അതിനാൽ വെറുപ്പുകൾ ഒഴിവാക്കുക, പെട്ടെന്ന് ക്ഷമിക്കുക, സാവധാനം വിശ്വസിക്കുക, സത്യസന്ധമായി സ്നേഹിക്കുക, പുഞ്ചിരിക്കാനുള്ള ഒരവസരവും നഷ്ടപ്പെടുത്താതിരിക്കുക. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അറിവുള്ളവർ സ്വയം തിരുത്തും. അറിവില്ലാത്തവർ തർക്കിച്ചുകൊണ്ടിരിക്കും. ഒരു താക്കോൽ മതി ഒരു വാതിൽ അടയ്ക്കാനും തുറക്കാനും. ഒരു വാക്കുമതി ഒരു മനുഷ്യനെ തളർത്താനും വളർത്താനും. ഭക്തരെ, വിജയത്തിലൂടെയല്ല ശക്തി കൈവരുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങളാണ് ശക്തി രൂപീകരിക്കുന്നത്. ഏത് വിഷമഘട്ടങ്ങളിലും നിങ്ങൾ തളരില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. മാറ്റാൻ കഴിയാത്തതിനെ ഓർത്ത് വിഷമിക്കാതെ സ്വയം തിരിച്ചറിഞ്ഞ് വളരുന്നിടത്താണ് നിങ്ങളുടെ വിജയം. വില കൽപ്പിക്കാത്തിടത്തേക്ക് പോകാതിരിക്കുക. കേൾക്കാൻ തയ്യാറല്ലാത്തവരെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.